എൻ്റെ പേര് എനിക്കെല്ലാവരെയും ഡോക്ടർ ജഗതി രാജ്. ഞാൻ വൈസ് ചാൻസലറാണ്. ടീച്ചർ നമ്മുടെ ബഹുമാനപ്പെട്ട സിൻഡിക്കേറ്റ് മെമ്പർ ഉദയല ടീച്ചർ, ഇത് PR ശാലിനി മാഡം. പിന്നെ ഇത് പ്രസ് കോൺഫറൻസ് നടത്തുന്ന നമ്മുടെ അഡ്മിഷൻ പ്രോസസ്സ് ഈ വർഷത്തിൽ സ്റ്റാർട്ട്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നടത്തി ഒരു ഡിഗ്രി കൊടുക്കുന്നതിനപ്പുറത്ത് ഒരുപാട് അവസരം. ഈ തവണ 90 വയസ്സ് കഴിഞ്ഞ് ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരൊരിക്കലും മൊബൈലിൽ നോക്കത്തില്ല. അപ്പോൾ അതാണ് ഈ നിങ്ങളെ പോലുള്ളവരകത്ത് എപ്പോഴെപ്പോഴും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്, പത്രത്തിൽ കൂടെ നമ്മൾ എന്ത് ന്യൂസ് കൊടുത്താലും ഒരു സ്റ്റേറ്റ് ന്യൂസായിട്ട് കൊടുത്താൽ ഒരുപാട് പൊട്ടൻഷ്യൽ ലേണേഴ്സ്. ഞാൻ പറഞ്ഞില്ലേ, ഇതിങ്ങനെ പ്രസ് കോൺഫറൻസ് നടത്തി നമ്പർ കൂട്ടി ഗിന്നസ് ബുക്ക് റെക്കോർഡ്, അതൊന്നും അല്ല ഈ പ്രസ് കോൺഫറൻസിൻ്റെ പർപ്പസ്. നമ്മൾ കൊടുക്കുന്ന ഈ അവസരങ്ങൾ പൊട്ടൻഷ്യൽ ലേണേഴ്സിൻ്റെ അടുത്ത് എത്തിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഈ പ്രസ് കോൺഫറൻസ്. ആ രീതിയിലാണ് നമ്മൾ ആ യൂണിവേഴ്സിറ്റി കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഇത്തവണ അഡ്മിഷൻ തുടങ്ങി 30 പ്രോഗ്രാമിന് MBA MCA മുതൽ ഡേറ്റാ സയൻസ് ഓണ്ടർപ്രണർഷിപ്പ് പ്രോഗ്രാം തൊട്ട് എല്ലാം നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് 10 ലാസ്റ്റ് ഡേറ്റ്. ഇപ്പോൾ സൈറ്റ് ഓപ്പൺ ആണ്. കഴിഞ്ഞ വർഷം MBA MCAക്ക് 100 സീറ്റേ ഉള്ളായിരുന്നു. ഞങ്ങളുടെ പ്രവർത്തന മികവ് വെച്ച് UGC ഇത്തവണ 1000 സീറ്റ് MBAക്കും 1000 സീറ്റ് MCAക്കും നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ടെസ്റ്റ് ഇല്ല. അഥവാ 1000-ന് മേളിൽ വന്നാൽ നമ്മൾ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ ഉപയോഗിച്ച് മാർക്കോ അല്ലെങ്കിൽ ഒരു ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നെ ഒരു അപ്പീൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് MBAക്ക് ഒരുപാട് ഡിമാൻഡ് വരുന്നുണ്ട്, 2000 സീറ്റ് കൂട്ടിത്തരാൻ. അവരത് ഫേവറായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരുപാട് സോഷ്യൽ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നു. ഇത്തവണ നമ്മളൊരു 26ഓളം പുതിയ സ്കിൽ ബേസ്ഡ് ജോബ് ഓറിയൻറ്റഡ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അതെല്ലാം ക്രെഡിറ്റ് ബേസ്ഡ് സിസ്റ്റത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവർ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നാളെ ഇപ്പോൾ MBAയുടെ പോർട്ട് മാനേജർ എന്നൊരു ഡിപ്ലോമ പ്രോഗ്രാം ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ എയർപോർട്ട് മാനേജ്, ഏവിയേഷൻ മാനേജ്, അത് നമ്മുടെ MBAയുടെ സ്പെഷ്യലൈസേഷനായിട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ അത് ചെയ്യുന്നവർക്ക് MBA എടുക്കുമ്പം അവർക്ക് പിന്നെ സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അപ്പോൾ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ ഓഫർ, അത് MCAക്ക് പോലും ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ ഓഫറിലാണ് ചെയ്യുന്നത്. അങ്ങനെ ഏത് സർട്ടിഫിക്കറ്റ് കൊടുത്താലും അവർക്ക് നാളെ ഏതെങ്കിലും UG PG ചെയ്യുമ്പോൾ ക്രെഡിറ്റ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് അതിൽ കുറച്ച്, ഇപ്പം അറിയാമല്ലോ, ക്രെഡിറ്റ് മതി, പീരീഡ് അല്ല. ഒരിടത്തുനിന്ന് നിങ്ങൾ കുറച്ച് ക്രെഡിറ്റ് എടുത്തു, വേറൊരിടത്തുനിന്ന് കുറച്ച് ക്രെഡിറ്റ് എടുത്തു, വേറൊന്ന് ക്രെഡിറ്റ് എടുത്തിട്ട് ഒരു യൂണിവേഴ്സിറ്റി രജിസ്റ്റർ ചെയ്താൽ നമുക്ക് ഡിഗ്രി കൊടുക്കാൻ പറ്റും. ആ മിനിമം ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ. പണ്ടത്തെ പോലെ 3 വർഷം ഇന്നടുത്ത് തന്നെ പഠിക്കണമെന്നില്ല ക്രെഡിറ്റ്. അങ്ങനെയുള്ള ഒരു ഫ്ലെക്സിബിൾ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഇത്തവണ നമ്മൾ എലിജിബിലിറ്റി കൂട്ടുന്നുണ്ട്. അതായത് പണ്ട് +2 അല്ലെങ്കിൽ തുല്യതാ പരീക്ഷ എഴുതിയ കാരണം കൊടുത്തു. ഇത്തവണ നമ്മൾ പുതിയ സിൻഡിക്കേറ്റ് വന്നതിന് ശേഷം 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് 2 വർഷം ഗവൺമെൻറ് അപ്രൂവ്ഡ് ഡിപ്ലോമ എടുത്തവർക്ക് മിനിമം അവർക്ക് നമ്മൾ എലിജിബിലിറ്റി കൊടുക്കും. ഇക്വലൻസി അല്ല എലിജിബിലിറ്റി. അതെന്ന് പറഞ്ഞാൽ 10,000 കണക്കിന് അതൊന്ന് അനൗൺസ് ചെയ്തിട്ട് എവിടെ നിന്നെല്ലാം നമുക്ക് അപ്രീസിയേഷൻ കിട്ടുന്നു. ഒത്തിരി പേര് ഇങ്ങനെ നിൽക്കുന്നു. കാര്യം അവർക്ക് ഡിഗ്രി ഇല്ലാത്തതുകൊണ്ട് ഈ ബാങ്ക് ടെസ്റ്റോ അല്ലെങ്കിൽ PSCക്കോ UPSCക്കോ ഒന്നും അവരൊരു സ്റ്റേജ് കഴിയുമ്പോൾ അവരെ കരിയർ റോഡ് ബ്ലോക്കായിട്ട് നിൽക്കുക ഡിഗ്രി ഇല്ലാത്തത്. ഇപ്പം നമ്മൾ പുതിയ ഒരെണ്ണം കൊണ്ടുവരാൻ പോകുന്നത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ITI. നിങ്ങൾക്കറിയാമല്ലോ, പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾ 10ാം ക്ലാസ് പോകുമ്പോൾ മോനെ ITIക്ക് പോകും, അപ്പം എന്തെങ്കിലും ഒരു ജോലി കിട്ടും. നമ്മുടെ അങ്ങനെ പറഞ്ഞു വിടുന്ന ഒരുപാട് പേര് നിൽപ്പുണ്ട്. അത് അവർക്കുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒന്നിനും ചെയ്യാൻ പറ്റത്തില്ല, ഈ PSCയോ. അപ്പം അവിടെ ഒരു ചെറിയൊരു ബ്രിഡ്ജ് കോഴ്സ് അവർ ചെയ്യണം, 12 ക്രെഡിറ്റ്. ഇതെല്ലാം ഞാൻ പറയുന്നത് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി റൂളല്ല, UGCയും ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലും അപ്രൂവ് ചെയ്ത റൂളാണ്. അത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം ജസ്റ്റ്. അപ്പോൾ അവരെ നമ്മൾ എലിജിബിലിറ്റി ആക്കി കൊണ്ടുവരാം. പക്ഷെ അവർ 12 ക്രെഡിറ്റ് ലാംഗ്വേജ് പ്രോഗ്രാം, അത് അവർ ഓപ്പൺ സ്കൂൾ വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ് അപ്രൂവ്ഡ് ഏജൻസി വഴിയോ ചെയ്താൽ മതി. അതുപോലെങ്കിൽ ഞങ്ങളത് ആ 12 ക്രെഡിറ്റ് ബ്രിഡ്ജ് കോഴ്സ് നമ്മൾ ഓഫർ ചെയ്യാനുള്ള സ്റ്റെപ്സും എടുത്തിട്ടുണ്ടാവും. അതെന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അത്രയും പാവപ്പെട്ട കുട്ടികൾക്കാണ് അത് ബെനിഫിഷ്യൽ ആവാൻ പോകുന്നത്. ഇപ്പോൾ ഒരു ഫ്ലെക്സിബിൾ എഡ്യൂക്കേഷൻ മുകളിലോട്ടാണ് എല്ലാ സിസ്റ്റവും പോകുന്നത്. ബട്ട് ഒന്നിനും ഒരു കൺസ്ട്രെയിൻസ് ഇല്ല. ആ എലിജിബിലിറ്റി നോക്കുക. പിന്നെ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ടാണ്, ഒരു ക്വാളിറ്റി കോംപ്രമൈസും ഇല്ല. നമ്മുടെ എല്ലാ ഡിഗ്രിയും UGCക്കും അതുപോലെ ഹയർ സ്റ്റഡീസിനും എല്ലാം അപ്രോഡ്. ഇത്തവണ ഒരു IAS കിട്ടി. കുറേ പേര് ഇത്തവണ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ PhDക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു അപ്രിഹെൻഷൻ പലയിടത്തും നിന്ന് വരുന്നുണ്ട്. ഇത് വാലിഡ് ആണോ അല്ല, ഈക്വൽ വെയിറ്റേജ് ആണ്, പണ്ടത്തെ പോലെ അല്ല, ഒരു വ്യത്യാസമില്ല. ഏത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുക്കുന്ന അതേ സെയിം വാല്യൂ ആണ്. പോരെങ്കിൽ നമ്മളൊരു ഇന്നോവേഷൻ പ്രോഗ്രാംസ് കൊണ്ടുവരുന്നത്, അതായത് ഡേറ്റാ സയൻസ് തുടങ്ങി, അതായത് മദ്രാസ് IT കൊടുക്കുന്ന ഒരു BS ഡേറ്റാ സയൻസ് ആണ്, അതേ സെയിം പാറ്റേണിലാണ് നമ്മൾ കൊടുക്കുന്നത്. കൂടാതെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒരു ഓണ്ടർപ്രണർഷിപ്പിൽ പ്രോഗ്രാം നടങ്ങുന്ന ഞങ്ങൾ. PGക്ക് ഒരുപാടുണ്ട്, സർട്ടിഫിക്കറ്റ് ഒരുപാട്. BA നാനോ എന്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ അതിപ്പം കുടുംബശ്രീ അതുപോലെയുള്ള വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്ന ബിസിനസ് അവർക്ക് എൻഹാൻസ് ചെയ്യാനും, ഇപ്പോൾ ബാങ്കിൽ എങ്ങനെ ഒരു ലോൺ അപ്ലൈ ചെയ്യുന്നത്, ഏതൊക്കെയാണ് ഫണ്ടിങ് ഏജൻസീസ്,
ഇന്റേൺഷിപ്പ് ട്രെയിനിങ് ഉൾപ്പെടെ നമ്മളിത് കൊടുക്കുന്നുണ്ട്. കൂടാതെ അവർക്കൊരു ഡിഗ്രിയും കൂടെ കിട്ടും. അപ്പം നാളെ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഫേമിലോ ഗവൺമെന്റ് ഫേമിലോ ഡിഗ്രി വെച്ചുള്ള ജോലി വന്ന് അതിന് അപ്ലൈ ചെയ്ത് ഇവിടെ ജീവിത നിലവാരം ഉയർത്തത്തക്ക രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ് ചെയ്യുന്നത്. നമ്മൾ റെഗുലർ സ്റ്റുഡൻസിന് കൊടുക്കുന്ന എല്ലാ ഫെസിലിറ്റീസും നമ്മൾ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നത്. കലോത്സവം നടത്തി, സ്പോർട്സ് മീറ്റ് നടത്തി, ഇത്തവണ നീന്തൽ മത്സരം ഒക്കെ നടത്തി വോളിബോൾ. അപ്പോൾ അതൊന്നും 70-75 വയസ്സുള്ളവരാണ് നീന്തൽ മത്സരത്തിൽ പങ്കെടുത്ത് പ്രൈസ് വാങ്ങിച്ചേക്കുന്നത്. അതും ഈ ഹാൻഡിക്യാപ്പ് ഉള്ളവർ പോലും നീന്തൽ മത്സരത്തിൽ പങ്കെടുത്ത് പ്രൈസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ എല്ലാ ഓപ്പർച്യൂണിറ്റീസും വെറുതെ ഒരു പരീക്ഷ നടത്തി സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്നുള്ളതല്ല, അവർക്കൊരു ലൈവ്ലിഹുഡ്, ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ലൈവ്ലിഹുഡ് കിട്ടുന്ന രീതി. ഇപ്പം നമ്മൾ 6 പ്രോഗ്രാം 4 ഇയറിലോട്ട് പോയി. അതിനകത്ത് ഇന്റേൺഷിപ്പിനുള്ള പ്രസിഡന്റ് മൂക്ക് കോഴ്സ് പഠിക്കാം, പിന്നെ പ്രോജക്റ്റ് എല്ലാം ഉള്ള നല്ല സിലബസ് രീതിയിലാണ് നമ്മൾ ചെയ്യുക. ഇപ്പം ബാക്കി UG പ്രോഗ്രാം അടുത്ത വർഷം 4 ഇയറിലോട്ട് നമ്മൾ പോവാണ്. പിന്നെ അടുത്ത വർഷം ഒരുപാട് പുതിയ കോഴ്സ് തുടങ്ങാൻ പരിപാടിയുണ്ട്. BEdന്റെ NCVTയുടെ നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. കിട്ടുന്ന അപ്പോൾ BEd LLM, അതുമല്ല BA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പിന്നെ സയൻസ് സബ്ജക്റ്റ് നമ്മൾ തുടങ്ങാൻ പോവാം. മാത്സ് അതിൻ്റെ ഒക്കെ ആയി വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഒരുപാട് പുതിയ അതുപോലെ ലൈബ്രറി സയൻസ്, അങ്ങനെയുള്ള ഒരുപാട്, അതെല്ലാം ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് വായിക്കുന്നില്ല. പിന്നെ ഡ്യുവൽ ഡിഗ്രി ഓപ്ഷൻ, വേറൊരു കോളേജിൽ റെഗുലർ ഡിഗ്രിക്ക് പഠിക്കുന്നവർക്ക് നമ്മളിവിടെ ഒരു ഡിഗ്രി പാരലൽ ചെയ്യാം. അപ്പോൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന മാത്സിലോ അല്ല മലയാളത്തിലോ സംസ്കൃതമോ പഠിക്കണമെങ്കിൽ ചെയ്യാൻ പറ്റും. പിന്നെ NCVTയുടെ അപ്രൂവൽ നമുക്ക് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു യൂണിവേഴ്സിറ്റിക്ക് NCVTയുടെ അപ്രൂവൽ കിട്ടാൻ പോകണം. നമ്മൾ കൊടുക്കുന്ന ഈ സർട്ടിഫിക്കറ്റിന് നമ്മളെ സർട്ടിഫിക്കേഷൻ കൂടെ നാഷണൽ കൗൺസിൽ ഫോർ വെക്കേഷൻ, അപ്പോൾ ആ സർട്ടിഫിക്കറ്റിന് ഒരു വാല്യൂ ഉണ്ട്. സെൻട്രൽ ഗവൺമെൻറ് എവിടെ പോയാലും ജോലി കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതിൻ്റെ ഫൈനൽ സ്റ്റേജായി. പിന്നെ നമുക്ക് KR റാങ്കിൽ 11ാമത്തെ റാങ്ക് വന്ന്, NIR റാങ്കിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അതിൻ്റെ റാങ്ക് വന്നില്ല. നമ്മൾ ഏറ്റവും യങ്ങസ്റ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. 4 വർഷം കൊണ്ട് നമ്മൾ NIR റാങ്കിങ്ങിൽ വരാൻ പോവാണ്. അത് ഈ മാസം അതിൻ്റെ റാങ്കിങ് വരും. ഏകദേശം നമ്മളൊരു നല്ലൊരു സ്കോർ റാങ്ക് പ്രതീക്ഷിക്കുന്നുണ്ട് മറ്റേതോടെ കമ്പയർ ചെയ്യുമ്പോൾ. അങ്ങനെ പിന്നെ നമ്മൾ പുതുതായിട്ട് ഇക്കൊല്ലം കൊണ്ടുവരാൻ പറഞ്ഞത് റെക്കഗ്നേഷൻ ഓഫ് ഹയർ ലേണിംഗ്. അത് നമ്മൾ കൊണ്ടുവരാൻ പോകണം. അതായത് നമ്മുടെ നാട്ടിൽ ഒരുപാട് പാരമ്പര്യ നോളജ് ഉണ്ട്. ഇപ്പോൾ ആയുർവേദം, നാട്ടുവൈദ്യം, അങ്ങനെ യോഗ, അതുപോലുള്ള അവർക്ക് ഇപ്പോൾ 40-50 വർഷം എക്സ്പീരിയൻസ് ചെയ്തിട്ട് അവർ നല്ല വ്യാജ വൈദ്യനാണോ അല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡ് വൈദ്യനാണോ ആർക്കും പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ അവർ ആ ആയുർവേദ നോളജ് നമ്മളൊരു ക്രെഡിറ്റ് ബേസ്ഡ് അക്കാഡമിക് ഫ്രെയിമിൽ കൊണ്ടുവന്നിട്ട് അവർക്കൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അവർക്കത് ജനങ്ങൾക്കും അത് ഇത് നല്ല വൈദ്യനാണ് അല്ലെങ്കിൽ വ്യാജവൈദ്യനെ തിരിച്ചറിയുന്ന രീതിയിൽ റെക്കഗ്നേഷൻ ഓഫ് ഹയർ ലേണിംഗ്, അത് UGCയുടെ ഗൈഡ് ലൈൻസ് ഓൾറെഡി ഉണ്ട്. അത് നമ്മളിവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഒരുപാട് ഇനിഷ്യേറ്റീവ് നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഇപ്പം നമ്മൾ കോഴ്സുകളുടെ പറഞ്ഞു, നമുക്ക് തന്നെ അറിയാലോ, ഒരു സമൂഹം സമ്പൂർണ്ണ ബിരുദ സംസ്ഥാനം എന്നൊരു സ്വപ്നം വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പം അങ്ങനെ ആയിത്തീരാനുള്ള കൊച്ചു ബാരിയേഴ്സിനെയൊക്കെ മാറ്റിക്കൊണ്ടാണ് ITI പഠിച്ചവർക്ക്, അതുപോലെ തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഏതെങ്കിലും സർട്ടിഫൈഡ് കോഴ്സോ ചെയ്തവർ, ഇങ്ങനെയുള്ളവരെല്ലാം നമ്മൾ ബിരുദം പഠിക്കുന്നതിനോടുള്ള ഇക്വലൻസിയൊക്കെ കൊടുത്ത് നമ്മളിപ്പോൾ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ അതിനൊക്കെ നമുക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം വേണം. അതുപോലെ തന്നെ മറ്റൊരു യൂണിവേഴ്സിറ്റികളിലും ഇന്ത്യയിൽ തന്നെയുള്ള ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയും ചെയ്യാത്ത തരത്തിൽ നമ്മുടെ സാധാരണ റെഗുലർ സ്റ്റുഡൻസിനുള്ളതുപോലെ തന്നെ എല്ലാ മത്സരങ്ങളും, കായിക മത്സരമായാലും അതുപോലെ കലാമത്സരമായാലും എല്ലാം കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ യൂണിവേഴ്സിറ്റി ചെയ്യുന്ന മറ്റൊരിതാണ്, ഒപ്പം എന്ന പേരിൽ ഒരു ഭവന പദ്ധതിയുണ്ട് നിർധനരായിട്ടുള്ള നമ്മുടെ പഠിതാക്കൾക്ക്. കഴിഞ്ഞ വർഷം നമ്മൾ 15 വീടുകൾ വെച്ച് കൊടുത്തു. ഇപ്പോൾ 14 വീടുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഏകദേശം ഒരു 5 വർഷത്തിനുള്ളിൽ വൈജ്ഞാനിക രംഗത്തും അതുപോലെ സാമൂഹിക രംഗത്തും വളരെയധികം പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. പക്ഷെ അത് സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്രത്തോളം ഇറങ്ങിച്ചെല്ലുന്നു എന്നുള്ളതിൻ്റെ ഒരു പരിശോധന നമ്മൾ നടത്തിയപ്പോൾ അങ്ങനെയൊന്നുമില്ല എന്നുള്ളത് കൊണ്ടാണ് പിന്നെ നമ്മുടെ വൈസ് ചാൻസലർ നേതൃത്വം എടുത്ത് 14 ജില്ലകളിലും ഇതുപോലെ പ്രസ് മീറ്റുകൾ നടത്തുന്നത്. അപ്പോൾ ശരിക്കും നമുക്ക് സമ്പൂർണ്ണ ബിരുദ സംസ്ഥാനം ആക്കുക എന്ന് പറയുമ്പോൾ അത് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ അഭിമാനമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മുടെ കൂടെ ഒപ്പം നിൽക്കണം എന്നുള്ളതാണ് നമുക്ക് ഈ പത്രസമ്മേളനങ്ങൾ നടത്തുമ്പോൾ നമ്മൾ നിങ്ങളോട് എപ്പോഴും റിക്വസ്റ്റ് ചെയ്യും. ഏറ്റവും കൂടുതൽ പ്രശ്നം കുട്ടികൾക്കുള്ള ഒരു കൺഫ്യൂഷൻ ആണ്, അവർ പഠിക്കുന്ന ഡിഗ്രി റെക്കഗ്നൈസ്ഡ് ആണോ അല്ലയോ എന്നുള്ളത്. അപ്പം നിങ്ങൾ ശരിക്കും ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ 3 മോഡ് UGC, ഞാൻ ഇനി പറയുന്നത് റൂളാണ്, റെഗുലേഷൻ, നോട്ട് അഗൻസ്റ്റ് എനി യൂണിവേഴ്സിറ്റി ഓർ എനി ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് 3 മോഡാണ് UGC അപ്രൂവ് ചെയ്ത മോഡ്. അതായത് റെഗുലർ മോഡ്, ഞങ്ങൾ നടത്തുന്ന ഡിസ്റ്റൻസ് മോഡ്, അല്ലെങ്കിൽ ഓൺലൈൻ മോഡ്. ഈ പ്രൈവറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഒരു മോഡ് UGCയിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അതിൽ പഠിക്കുന്ന സർട്ടിഫിക്കറ്റ് കുട്ടികൾ ഇൻവാലിഡ് ആണ്. അതായത് അത് ഇപ്പോൾ ഒത്തിരി പേരിങ്ങനെ പെട്ടിട്ട് ഇപ്പോൾ പിന്നെ PSCയുടെ എൻക്വയറി വരുന്നുണ്ട്. അപ്പം നിങ്ങൾ നോക്കണം, റെക്കഗ്നൈസ് ഇല്ലാത്ത ഒരുപാട് പേര് പലയിടത്ത് ജോലി കയറിയിട്ടുണ്ട്. ഇത് പ്രോപ്പർ എൻക്വയറി നടത്തിയാൽ പലരും പുറത്തു പോകും.
അത് പിന്നെ ഇത് ആരും പരാതി കൊടുക്കാത്തതുകൊണ്ടാണ്. ഇപ്പം അതുകൊണ്ട് UGC ഇപ്പോൾ ഒരു പുതിയ റെഗുലേഷൻ ഇറക്കിയിട്ടുണ്ട്. അതായത് സർട്ടിഫിക്കറ്റിന്റെ പുറവിന് ഏത് മോഡാണ് സ്പെസിഫൈ ചെയ്യണം. അതായത് ഓപ്പൺ മോഡാണെങ്കിൽ ഓപ്പൺ മോഡ് എന്ന് പറയണം, ഡിസ്റ്റൻസ് ആണെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയണം, റെഗുലർ ആണെങ്കിൽ അത് കമ്പൽസറി ആയിട്ട് വെക്കണമെന്നൊരു പുതിയ റൂൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൈവറ്റ് രജിസ്ട്രേഷൻ പഠിക്കുന്നവർ ഏത് മോഡ് വെക്കും? പ്രൈവറ്റ് രജിസ്ട്രേഷൻ മോഡ് വെക്കാൻ പറ്റത്തില്ല, അവർക്ക് റെഗുലർ മോഡൊന്ന് വെക്കാം. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് ഇൻവാലിഡായി. ഇത് എപ്പോഴാണ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു ടീച്ചർ മാഡം ഒരു പ്രൈവറ്റ് രജിസ്ട്രേഷൻ ഒരു ഡിഗ്രിക്ക് പഠിച്ചാൽ സെയിം ഡിഗ്രി ഞാൻ റെഗുലറിൽ അല്ലെങ്കിൽ UGC അപ്രൂവൽ മോഡിൽ പഠിച്ച് ഞങ്ങൾ രണ്ടുപേരും ഒരു ഇൻ്റർവ്യൂവിന് പോയി. ഈ മാഡത്തിൻ്റെ ഫസ്റ്റ് റാങ്ക് ചെയ്തു, എന്നെ സെക്കൻഡ്, ഞാൻ കൊണ്ട് കേസ് കൊടുക്കും, ഈ മാഡത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഇൻവാലിഡാന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ പ്രശ്നം. ഇതുവരെ അങ്ങനെ ഒരാൾ കേസ് കൊടുക്കാത്തതുകൊണ്ടാണ് ഈ പ്രൈവറ്റ് രജിസ്ട്രേഷനിൽ പഠിച്ച് ഇതുവരെ പഠിച്ചതിനകത്ത് ഇഷ്യൂ ഉണ്ടാവും. ഇപ്പം എല്ലാ കുട്ടികൾക്കും അറിയാം ഏതൊക്കെ മോഡാണ് അപ്രൂവ്ഡ്, ഏതൊക്കെ മോഡാണ് അപ്രൂവ്ഡ് അല്ലാത്തതെന്ന് അറിയാം. അതുകൊണ്ട് ആ പ്രൈവറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഒരു മോഡില്ല UGC. അപ്പം പറയുന്ന ഒരു ഇന്റർപ്രിട്ടേഷൻ, UGC പ്രൈവറ്റ് രജിസ്ട്രേഷനെ പറ്റി നിരോധിച്ചിട്ടില്ല, അതിനെ ബാൻ ചെയ്തിട്ടില്ല എന്നൊരു മിസ്ഇന്റർപ്രിട്ടേഷനാണ് എല്ലാവരും പറഞ്ഞത്. ഇല്ലാത്ത ഒരു കാര്യത്തെ പറ്റി UGCക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല. അതിനെ മിസ്ഇന്റർപ്രറ്റ് ചെയ്ത് പ്രൈവറ്റ് രജിസ്ട്രേഷൻ ഇത് പെട്ടുപോയത് ഒരുപാട് പാവപ്പെട്ട കുട്ടികളാണ്. അപ്പോൾ അവർ പഠിച്ചു കഴിഞ്ഞിട്ട് അവർക്കത് സർട്ടിഫിക്കറ്റ് ഇൻവാലിഡ്. ഞാൻ പറഞ്ഞത് റൂളാണ്. ഐ എം നോട്ട് അഗൻസ്റ്റ് എനി യൂണിവേഴ്സിറ്റി ഓർ എനി ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് കുട്ടികളുടെ അടുത്ത് നിങ്ങൾ പത്രത്തിൽ കൂടെ പറയുന്നത് അവർ ഏത് കോഴ്സിന് എവിടെ പഠിച്ചാലും അത് ബിഫോർ ജോയിനിങ് അതിന് റെക്കഗ്നേഷൻ ഉണ്ടോ അപ്രൂവൽ ഉണ്ടോ എന്ന് നോക്കാൻ. ഇത് ഒരുപാട് കുട്ടികൾ പെട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതും പാവപ്പെട്ട വീട്ടിൽ എന്നുവെച്ചാൽ അവർ പറയും വളരെ കുറച്ച് ഫീസേ ഉള്ളൂ, ഡിഗ്രി മറ്റേ യൂണിവേഴ്സിറ്റിയാണ് തരുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഭാവിയിലൊരു പ്രശ്നവും വരുത്തില്ല എന്ന് ഒരുപാട് പേരുടെ ജോലി പോയിട്ടുണ്ട്. ഞാൻ ഡയറക്ടറായിട്ടിരിക്കുമ്പോൾ തന്നെ അവിടെ വന്നിട്ട് ഇതുപോലെ വെരിഫൈ ചെയ്യുമ്പോൾ റെക്കഗ്നേഷൻ എനിക്ക് പോലും അഡ്മിഷൻ കൊടുക്കാതെ ഒരുപാട് പേരെ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. പാവപ്പെട്ട കുട്ടികളാണ് വരുന്നത്. നമുക്ക് വേറൊരു വഴിയില്ല. ഇത് നിങ്ങൾ ഒന്ന് പത്രത്തിൽ കൂടെ പറയണം. ഈ 3 മോഡേ അപ്രൂവലുള്ളൂ. കുട്ടികൾ എവിടെ പഠിച്ചാലും ബിഫോർ ജോയിനിങ് ദേ ഹാവ് ടു ചെക്ക് വെദർ ഇറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് ഓർ നോട്ട്, അല്ലെങ്കിൽ പഠിച്ചിട്ട് ഇല്ലാതാവും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നിങ്ങൾ എല്ലാവരെയും സഹകരണം ഞങ്ങൾക്കൊന്ന് വേണം. ഞാൻ നേരത്തെ പറഞ്ഞില്ല 30% കുട്ടികളുടെ അടുത്ത് അതുപോലെ പൊട്ടൻഷ്യൽ ലേണേഴ്സ് അടുത്ത് നമ്മുടെ യൂണിവേഴ്സിറ്റിയെ പറ്റി എത്തിയിട്ടുള്ളൂ. നമ്മൾ ഒരു 3-4 വർഷം കഴിയുമ്പം ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയിരിക്കും കേരളത്തിലെ നമ്പർ 1 യൂണിവേഴ്സിറ്റി. ഇപ്പം തന്നെ കഴിഞ്ഞ വർഷത്തെ സ്റ്റാറ്റിസ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ എടുത്ത ഒരു സർവേ ഉണ്ട് 26-25 യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് ഹയർ എഡ്യൂക്കേഷൻ കാറ്റർ ചെയ്യുന്നതിൽ 43% ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒറ്റയ്ക്ക് കാറ്റർ ചെയ്യുന്നത്. അതിപ്പം 50% ആയിട്ടുണ്ട്. ഇന്ത്യയിൽ ഹയർ എഡ്യൂക്കേഷൻ എൻറോൾമെന്റ് 30% ഓപ്പൺ യൂണിവേഴ്സിറ്റീസ് ആണ് കാറ്റർ ചെയ്യുന്നത്. 2 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷൻ എൻറോൾമെന്റിന്റെ 50% എന്ന് പറഞ്ഞാൽ 18 ഓപ്പൺ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ആയിരിക്കും കാറ്റർ ചെയ്യാൻ പോകുന്നത്. അവിടെയാണ് ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റി സിസ്റ്റത്തിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നിങ്ങളെ ഒരു ഹംബിൾ റിക്വസ്റ്റ് ആണ്. ഇത് മാക്സിമം നമ്മുടെ പൊട്ടൻഷ്യൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ മാർക്കറ്റിംഗ് അല്ല, അല്ലെങ്കിൽ എണ്ണം കൂട്ടി ഗിന്നസ് ബുക്കുകൾ റെക്കോർഡ്, അതൊന്നുമല്ല നമ്മുടെ പർപ്പസ്. നമ്മൾ കൊടുക്കുന്ന സർവീസസ് പൊട്ടൻഷ്യൽ ലേണേഴ്സിൻ്റെ അടുത്ത് എത്തുന്ന രീതിയിൽ നിങ്ങൾ ആൾക്കാരെല്ലാം ന്യൂസായിട്ട് കൊടുത്താൽ ഒരുപാട് പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾക്കും പഠിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഒരു പ്രയോജനമാവും. ഓക്കെ, വിഷ് യു ആൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് ആൻഡ്